ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച തന്നതിൽ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഒരു ബലിയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം തമ്പുരാൻ നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. പരിശുദ്ധമായ വാങ്ങീപ്പ് പെരുന്നാളിന് ശേഷമുള്ള 4ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഇന്നത്തെ എവങ്കേലിയോൻ പോർഷൻ എടുത്തിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്നത്, യേശുമ്പുരാനും ശിഷ്യന്മാരും തൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് തൻ്റെ പിതാവിൻ്റെ നഗരമായ നസറത്തിലേക്ക് വരികയാണ്. അവിടെ വന്ന് യേശു പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ളവർക്ക് ഭയങ്കര അത്ഭുതമായി. ഇവൻ എവിടെ നിന്നാണ് ഈ അറിവ് ലഭിച്ചത്? ഇവൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തച്ചൻ്റെ മകനായിട്ട് ഒരു കാർപ്പൻ്ററായിട്ട് ഇവൻ പോയതാണല്ലോ. ഇപ്പോൾ എവിടെ നിന്നാണ് ഇവൻ ഈ അറിവ് ലഭിച്ചത്? ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഇവൻ്റെ അമ്മയെ നമുക്കറിയാം, സഹോദരങ്ങളെയും സഹോദരനൊക്കെ അറിയാം എന്ന് പറഞ്ഞ് യേശുവിനെ എതിർക്കുകയാണ്. യേശുവിന് വിഷമമായി. യേശുമ്പുരാൻ പറഞ്ഞു, ഒരു പ്രവാചകനും തൻ്റെ പിതൃഭവനത്തിലും ചാർച്ചക്കാരുടെയും സഹോദരനിടയിൽ ബഹുമാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, യേശുമ്പുരാൻ്റെ 3.5 വർഷത്തെ പ്രേക്ഷിത പ്രവർത്തന മേഖലകളിൽ ഒരുപാട് ജനങ്ങൾ യേശുമ്പുരാനെ അനുഗമിച്ചു, നമുക്കറിയാം. എന്നാൽ പലരുടെയും ഉദ്ദേശം പല രീതിയിലായിരുന്നു, പല രീതിയിലുള്ള സമീപനമായിരുന്നു. 2 തരം സമീപനത്തെപ്പറ്റി പറയുന്നുണ്ട്: ഫിസിക്കൽ അപ്രോച്ച് ആൻഡ് സ്പിരിച്വൽ അപ്രോച്ച്. ആത്മീയമായ സമീപനവും ലോകപരമായ ലൗകികമായ സമീപനവും. അതായത് ശിഷ്യന്മാരെ സംബന്ധിച്ച് അല്ല ജനങ്ങളെ സംബന്ധിച്ച് അവർ കാണുന്ന യേശു എന്ന് പറയുന്നത് അത്ഭുതം തരുന്ന ഒരാൾ, 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കുന്ന ഒരാൾ, കടലിന്മേൽ നടക്കുന്ന ഒരാൾ, രോഗികളെ സൗഖ്യമാക്കുന്ന ഒരാൾ. അതിനപ്പുറം യേശുവിനെ മനസ്സിലാക്കാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ദിവസത്തെ ജോലികളെല്ലാം നിർവഹിച്ച് വൈകിട്ട് എല്ലാവരിൽ നിന്നും വേർപെട്ട് വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണുന്നുണ്ട്. പക്ഷെ അവരാരും ആ യേശുവിനെ ഉൾക്കൊള്ളുവാനോ ആ രീതിയിൽ യേശുവിനോട് സമീപിക്കുവാനോ ഇവർക്കാർക്കും സാധിച്ചില്ല. ജനങ്ങളെപ്പറ്റി എന്തിനാണ് പറയുന്നത്? ശിഷ്യന്മാരുടെ കാര്യം എടുത്താലും അതുതന്നെയാണ്. ഒരാൾ പറയുന്നുണ്ട്, അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം. വേറൊരാൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഇടറിയാലും ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരാർക്കും യേശുവിനെ ആത്മീയമായി സമീപിക്കുവാൻ കഴിഞ്ഞില്ല. പത്രോസും യാക്കോബും യോഹന്നാനും മറുവമലയിൽ യേശുവിനോടൊപ്പം ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവരായ മോശയും ഏലിയാം വന്ന് അവർ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ഗെത്സമന തോട്ടത്തിൽ തൻ്റെ ഗുരു ചങ്കുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെയും കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും യേശുവിനെ ആത്മീയമായിട്ട് കാണാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചിരുന്നില്ല. ലോകപരമായിട്ട് മാത്രമേ അവർ യേശുവിനെ സ്വീകരിച്ചിരുന്നുള്ളൂ. ഓശാന ദിവസം അനേകായിരം ജനങ്ങൾ ഓശാന പാടുകയാണ്. കാരണം അവരുടെ മനസ്സിലൊരു പിക്ചർ, യേശു എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു രാജാവ് എന്നതിനപ്പുറം അവരൊന്നും കരുതിയില്ല. തങ്ങൾക്ക് വേണ്ടി അന്നത്തെ ഗവൺമെൻറ് സംസാരിക്കുന്ന ഒരാൾ, തങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ, തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ അഭിപ്രായം മറ്റൊരു പറയാൻ തക്കവണ്ണം ഞങ്ങളുടെ ഒരു നേതാവ് എന്നതിനപ്പുറം അവരാരും യേശുവിനെ കരുതിയില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ രാജാവ് കുതിരപ്പുറത്താണ് വരുന്നത്. ഇവിടെ എന്നാൽ കുതിരയില്ലെങ്കിൽ പോലും കഴുതിയെങ്കിൽ കഴുത. ആ കഴുതപ്പുറത്ത് വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ഇവരെല്ലാവരും ചിന്തിച്ചത്, ഇവൻ ഈ ലോകത്തിൻ്റെ രാജാവ് തന്നെയാണ്, ഞങ്ങളൊക്കെയും സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് വാദിക്കുന്ന ഒരാൾ എന്നാണ് കരുതിയത്. ഒടുവിൽ യഹൂദന്മാർ വന്ന് പറയുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ യേശുമ്പുരാൻ സമ്മതിക്കുന്നില്ല. ഇവരിപ്പോൾ മിണ്ടുന്നില്ലെങ്കിൽ കല്ലുകൾ ആർത്തു പറയുന്നു പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഒന്നുകൂടെ സന്തോഷമായി. വളരെ പാരുഷ്യമായിട്ടാണ് യേശുമ്പുരാൻ അവിടെ സംസാരിക്കുന്നതായിട്ട് അവർ ഫീൽ ചെയ്തത്. അങ്ങനെ ഓശാന വിളി നടത്തിയവർ
3 ദിവസം കഴിഞ്ഞപ്പോൾ പിലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ കളിപ്പിക്കുവാണല്ലോ, ഇവൻ ഈ ലോകത്തിൻ്റെ രാജാവാണെങ്കിൽ ഇവരെല്ലാം ആടിച്ചോടിച്ചുകൊണ്ട് ഇവൻ രക്ഷപ്പെടുമായിരുന്നു. അതുണ്ടാകാത്തതുകൊണ്ട് ജനങ്ങളും അവനെ കല്ലെറിയുമായിരുന്നു. എന്നാൽ ബൈബിൾ നോക്കുമ്പോൾ കുറേ സ്ത്രീകൾ, യേശുവിൻ്റെ അമ്മയുടെ സഹോദരി, ക്ലെയോപ്പയുടെ ഭാര്യ മറിയ, മഗ്ദലക്കാരി മറിയ, ആരും അറിയാത്ത, ഒരു ഓശാന നടത്താത്ത, യേശുവിനെ ആർപ്പ് വിളിക്കാത്ത കുറേ സ്ത്രീകൾ ശാന്തമായി ആത്മീയമായി യേശുവിനെ അനുഗമിക്കുകയാണ്. അവർക്ക് ആരെയും പേടിക്കേണ്ടി വന്നില്ല, അവരൊന്നും ഭയപ്പെട്ടില്ല, കല്ലേറ് പേടിച്ചില്ല. അവർ ആത്മീയമായി യേശുവിനെ മനസ്സിലാക്കി ക്രൂശിൻ്റെ ചുവട് വരെ അവരും യേശുവിനെ ഫോളോ ചെയ്തു. അതുകൊണ്ടായിരിക്കാം ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ആദ്യം കാണുന്ന ആരാണ്? ഈ സ്ത്രീകളാണ്. പിന്നീടാണ് ശിഷ്യന്മാർ പോലും കാണുന്നത്. അപ്പോൾ അതാണ് ശാന്തമായ അനുഭവത്തിൽ യേശുവിനെ ഒന്ന് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അതാണ്. ഇന്നാണെങ്കിലും പെരുന്നാളുകളും ആഘോഷങ്ങളും വെടിക്കെട്ടുകളും ലൈറ്റും സൗണ്ടിൻ്റെ ഒക്കെയും അതിപ്രസരത്തിൽ അതിനെയാണ് മെഷർമെൻ്റായിട്ട് എടുക്കുന്നത്. പെരുന്നാളുകൾ അനുഗ്രഹമായി തീർന്നു, പെരുന്നാളുകൾ ക്ഷേമമായി തീർന്നു എന്നത് അത് ആവശ്യമില്ല എന്ന് പറയുന്നില്ല. എന്നാൽ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങൾ ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? പെരുന്നാൾ സമയങ്ങളിൽ ഞാൻ ദൈവസ്ഥാനിൽ അടുത്ത് വരുന്ന പോലെ ആണോ അതിനുശേഷവും? പബ്ലിക്കിനെ കാണിക്കുന്നതാണോ എൻ്റെ ഉള്ള യേശുവിൻ്റെ സമീപനം? അതോ മറിച്ച് രഹസ്യ ജീവിതത്തിൽ യേശുവിനുള്ള എൻ്റെ സമീപനം എങ്ങനെയാണ്? നമ്മളൊക്കെയും നമ്മുടെ മാതാപിതാക്കളുടെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. 50th 75th ഒക്കെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ചർച്ചക്കാരെയും ബന്ധുക്കളെയും മക്കളും എല്ലാവരും ഒന്നിച്ചേർന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്നു, കേക്കുകൾ കട്ട് ചെയ്യുന്നു, വായിൽ വെച്ച് കൊടുക്കുന്നു, ആരവങ്ങളെല്ലാം ഒഴിയുന്നു, എല്ലാവരും പോയി കഴിയുന്നു. അതിനുശേഷം എൻ്റെ പിതാവിനുള്ള എൻ്റെ സമീപനം എങ്ങനെയാണ്? ഞാൻ കെയർ ചെയ്യുന്നുണ്ടോ? ഞാൻ കരുതുന്നുണ്ടോ? ഞാൻ വേണ്ട രീതിയിൽ ഒരു മകനെന്ന നിലയിൽ ചെയ്യുന്നുണ്ടോ? അതാണ് പിതാവിനിഷ്ടം. ആത്മീയമായ രീതിയിലും നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഈ വെള്ളപ്പൊക്കങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് 2018 നമ്മൾ അനുഭവിച്ചവരാണ്. ഈ മേഘസ്ഫോടനവും പ്രളയവും ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെയും നോർത്ത് ഇന്ത്യയിലുണ്ടായി. പേപ്പറിൽ വലിയ ന്യൂസാണ്, ടി വിയിലൊക്കെ വലിയ മീഡിയ കവറേജാണ്. അത് പക്ഷേ വളരെ ലിമിറ്റഡ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ 2-3 ദിവസം 1 വീക്ക് കഴിയുമ്പോൾ അത് മാറിപ്പോകും. എന്നാൽ അതിനുശേഷം ശാന്തമായി ഒഴുകുന്ന നദികളും പുഴകളും അരുവികളുമുണ്ട്. അത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളാരും അതിനെപ്പറ്റി ബോധേഡല്ല. എന്നാൽ അതാണ് ഇന്ന് ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം. അതാണ് പ്രകൃതിയിൽ എന്നെന്നും നിലനിൽക്കുന്നത്. ബാക്കിയുള്ള ആരവങ്ങളെല്ലാം വന്ന് പോകുന്നവരാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ കാരണം ശാന്തമായ രീതിയിൽ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വം. യേശുവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ പഠിപ്പിച്ച പോലെയും ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന്. യേശുവിനെ ഒറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുള്ളൂ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ളത്. ആ ഒരു പ്രാർത്ഥന പ്രത്യേകത ഉണ്ട്, ഒരു വി പ്രയറാണ്. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ച പോലെ എന്നുള്ള ഗീവ് us this day our daily bread, വി എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. യേശുമ്പരാൻ അത് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. എന്നാൽ യേശുമ്പരാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രതിഫലം പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥന. സ്വർഗസ്ഥന പിതാവേ, പ്രതിഫലം പ്രാപിക്കയില്ല എന്നല്ല പറഞ്ഞത്, പ്രതിഫലം ലഭിക്കും, തീർച്ചയായും ലഭിക്കും. എന്നാൽ ക്രിസ്തു അടിവരയിട്ട് പറയുന്നുണ്ട്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് ഡോറടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിന് പ്രാർത്ഥിക്കുക. എടുത്തു പറയുന്നുണ്ട്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആ ഒരു ആത്മീയതയാകട്ടെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടിയത്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മോശ സീനായ് മലയിൽ വെച്ച് ദൈവത്തോടൊപ്പം 40 രാവും പകലും ഉപവസിക്കുകയാണ്. ആരും അറിയുന്നില്ല. അതിനുശേഷം ദൈവത്തിൻ്റെ കൽപ്പനയും എടുത്തുകൊണ്ട് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ സൂര്യനെ പോലെ ശോഭയുള്ള ഒരാളെ കാണുന്നുണ്ട്. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ് പറയുന്നത്, പുറപ്പാട് 34:29. എന്നാൽ പ്രത്യേകിച്ചോട് പറയുന്നു, മോശ അതറിഞ്ഞിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം പരുമല എന്ന കൊച്ചു സ്ഥലത്ത്, ആരും അറിയാത്ത സ്ഥലത്ത്, കൊച്ചൈപ്പോര് എന്ന് പറയുന്ന ഒരു പൈതൽ വളർന്ന് ഗ്രിഗോറിയോസായി മോശയെ പോലെ അനേക ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് ദൈവത്തിൽ നിന്ന് ആത്മീയമായ പ്രകാശം ലഭിച്ചു. ഇന്ന് ആ പരിശുദ്ധൻ്റെ സന്നിധിയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ആ മുഖപ്രകാശം, ആ പിതാവോ അന്നുള്ള ലോകം ആരും അറിഞ്ഞില്ല. എന്നാൽ ഇന്ന്
നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ഒരു പ്രകാശം പരിമലദേശവും കേരളദേശവും ഭാരതവും കടന്ന് ലോകം മുഴുവനും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശത്തിൻ്റെ ബലത്തിലാണ് നാം ഓരോന്നും ജീവിക്കുന്നതും ഇവിടെ കടന്നു വരുന്നതും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയാണ് പ്രിയമുള്ളവരെ. പരിമല തിരുമേനിയെ പോലെ, പാമ്പാടി തിരുമേനിയെ പോലെ, വട്ടശ്ശേരി തിരുമേനിയെ പോലെ, പരിമല തിരുമേനി കാലം ചെയ്ത് 2 വർഷം ശേഷം ജനിച്ച മൈലപ്ര മാത്യു സറമ്പാച്ചൻ, അദ്ദേഹം ഒരു മുനിശ്രേഷ്ഠനായിരുന്നു. പരിമല തിരുമേനിയെ പോലെ പ്രാർത്ഥനാ ജീവിതം കൈമുതലാക്കിയ ഒരു പിതാവ്. ഇവരുടെയൊക്കെയുള്ള സാക്ഷിയുടെ വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരെ കണ്ടുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം. ബഹളത്തിലല്ല, മറിച്ച് ശാന്തതയുടെ അനുഭവത്തിൽ നമുക്ക് യേശുവിനെ കാണാം. രാജാക്കന്മാരുടെ 19-ാം അധ്യായത്തിൽ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഏലിയാവിനൊരാഗ്രഹം ദൈവത്തെ കാണണമെന്ന്. ദൈവം പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഗുഹയുടെ മുകളിൽ ഇറങ്ങി നിൽക്കാൻ പറയുകയാണ്. ഏലിയാവ് ഇറങ്ങി നിന്നു. ഇവിടെ പറയുന്നുണ്ട്, വലിയൊരു കൊടുങ്കാറ്റ് മലകളൊക്കെ ഇളക്കി പാറകളെ പിളർന്ന് ശക്തമായ ഒരു കൊടുങ്കാറ്റ് വരുന്നു. ആ കൊടുങ്കാറ്റിൽ ദൈവത്തെ കാണുന്നില്ല. അതിനുശേഷം വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. ഭൂകമ്പത്തിലും ദൈവത്തെ കാണുന്നില്ല. അവസാനം വലിയൊരു കാട്ടുതീ ഉണ്ടാകുന്നു. കാട്ടുതീയിലും ദൈവത്തെ കാണുന്നില്ല. അവസാനം ഒരു മൃദുല സ്വരം, ആ സ്വരത്തിൽ ദൈവം ഏലിയാവേ എന്ന് വിളിക്കുകയാണ്. ഈ ഒരു മൃദുല സ്വരം നമുക്ക് കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ 46-ാം സങ്കീർത്തനം 10-ാം വാക്യം, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.